സഖാക്കന്മാർ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് ഒരു നന്ദി പറയണം. രാജസ്ഥാനിലെ സിക്കാർ സീറ്റ് ജയിക്കുന്നതാണ്. ആ സീറ്റ് നിങ്ങൾക്ക് നൽകിയ മനുഷ്യന്റെ പേരാണ് സാർ രാഹുൽ ഗാന്ധി എന്ന്. രാഹുൽ ഗാന്ധിയും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഈ അരുവാൾ ചിറ്റിക നക്ഷത്രത്തിന് വേണ്ടി രാജസ്ഥാനിൽ വോട്ട് അട്ടിസക്കെ കുഴൽനാട പൊളിച്ച് അതായത് CPM ദേശീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടപ്പെടാൻ പോവാണ്. അപ്പൊ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് വേണം? മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ട് CPM ജയിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ആ വലിയ കർത്തവ്യം നിർവഹിക്കുന്ന ആരാണ്? സതീശൻ, കുഴൽനാടൻ, സുധാകരൻ, ഇവരൊക്കെ CPM കൊണ്ട് രാജസ്ഥാനിലെ സിക്കാർ സീറ്റിൽ കൊണ്ട് നിർത്തി ജയിപ്പിച്ചെടുക്കുകയാണ്. അവരുടെ കുത്തക മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചെടുക്കുകയാണ് എന്ന നിലയിലാണ് കുഴൽനാടൻ ഇവിടെ നിയമസഭയിൽ വെച്ച് കാച്ചുന്നത്. എന്താണ് സത്യം? 2014 2,97,156 വോട്ടിന് തോറ്റു തൊപ്പിയിട്ടു. 2019 2,39,196 വോട്ടിന് വീണ്ടും തോറ്റു തൊപ്പിയിട്ടു. ചെറുതായിട്ട് തൊപ്പിയിട്ടു. 3 ലക്ഷത്തിൽ പരം വോട്ടിന് തോൽക്കുന്ന ഒരു സീറ്റ് CPM ചിഹ്നം നിലനിർത്താൻ ഇതാ സതീശനും സുധാകരനും കുഴൽനാടനും അടക്കമുള്ളവരൊക്കെ CPM വേണ്ടി അത് ദാനം നിർവഹിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ചതാരാ? രാഹുൽ ഗാന്ധി, അശോക് ഗെഹ്ലോട്ട്, ഇതാ സച്ചിൻ പൈലറ്റ്, ഇവരെല്ലാം CPIM വേണ്ടി അവിടെ അങ്ങ് പണിയെടുത്തിട്ടാണ് അത് ജയിപ്പിച്ചെടുത്തത്. ഏത് 2 തവണ 3 ലക്ഷം വോട്ടിന് തോറ്റു തൊപ്പിയിട്ട ഒരു മണ്ഡലം CPM കൊടുത്തു എന്നത്. എന്നാൽ മറിച്ചാണെങ്കിലോ CPM ആവട്ടെ അവിടെ 4 ലക്ഷത്തിൽ പരം വോട്ട് CPM അവിടെ ഉണ്ട്. ആ വോട്ട് മുന്നണി ആയി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവർ നേരത്തെ വിജയിച്ചിരുന്ന 2 നിയമസഭാ മണ്ഡലങ്ങൾ ചെറിയ കക്ഷിയാണ്. അവർ വലിയ കക്ഷിയൊന്നും അല്ല, ചെറിയ കക്ഷി തന്നെ. ആ ചെറിയ കക്ഷിയായ CPM കോൺഗ്രസും മറ്റെല്ലാ പാർട്ടികളും, ഇന്ത്യ മുന്നണിയിലുള്ള അവിടെ സാധ്യതയുള്ള എല്ലാ പാർട്ടികളും കൂടെ ചേർന്നാണ് അവിടെ മത്സരിച്ചത്. ഇപ്രാവശ്യം കോൺഗ്രസിന് കിട്ടിയ സീറ്റാവട്ടെ 8 സീറ്റാണ് അവിടെ കിട്ടിയത്. 2014 എന്താ കഥ? രാഹുൽ ഗാന്ധി, സച്ചിൻ പൈലറ്റ്, അശോക് ഗെഹ്ലോട്ട്, ദിഗ്വിജയ് സിംഗ് തുടങ്ങിയവരൊക്കെ അവിടെ പോയി. 2014 കോൺഗ്രസിന്റെ സീറ്റ് വട്ട 0. 2019 രാഹുൽ ഗാന്ധി, അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ്, VD സതീശൻ, K സുധാകരൻ ഇവരൊക്കെ പോയി അവിടെ വോട്ട് പിടിച്ചു. എത്രയായിരുന്നു സീറ്റ്? വട്ട 0. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലോ 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്തത് എന്താണ്? എല്ലാവരുമായി കൂട്ടുകൂടി ഇന്ത്യ മുന്നണിയായി മത്സരിച്ചു. CPM ചെറുപാർട്ടികളായ CPM അടക്കമുള്ള എല്ലാവരുമായി ചേർന്ന് മത്സരിച്ചുകൊണ്ട് കോൺഗ്രസ് നേടിയത് 8 സീറ്റാ. 8 സീറ്റ്. 2014 0, 2019 0, 2024 എല്ലാവരും ഈ പാവപ്പെട്ട ചെറിയ പാർട്ടിയായ CPM കൂടെ കൂട്ടി 8 സീറ്റ് അവിടുന്ന് നേടി. കേട്ടാ കുഴൽനാട, 8 സീറ്റ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് CPM ഇതാ ഞങ്ങൾ വിജയിപ്പിച്ചെടുത്തു. ഏത് മണ്ഡലം? 3 ലക്ഷത്തിൽ പരം വോട്ടിന് സ്ഥിരമായി തോൽക്കുന്ന ഒരു മണ്ഡലം CPM ദാനം ചെയ്ത് CPM അവരുടെ വോട്ടുകളെല്ലാം ഈ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും കൊടുത്ത് എന്നിട്ട് പറയുകയാണ് CPM അവിടെ നിന്ന് ജയിപ്പിച്ചെടുത്തു. ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ? ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ കുഴൽനാടായോ? ഒരുമിച്ച് നിന്നതുകൊണ്ട് അവിടെ നേടി. തോറ്റു തൊപ്പി 2 വർഷവും 3 ലക്ഷം വോട്ടിന് 2 പ്രാവശ്യവും തോറ്റു തൊപ്പിയിട്ട മണ്ഡലം CPM അങ്ങ് കൊടുത്തു. അതുകൊണ്ട് CPM ജയിപ്പിച്ചെടുത്തു പറയാൻ ലേശം ഇത്തിരി ഇമ്മിണി ഉളുപ്പൊക്കെ വേണ്ടേ കുഴൽനാട? ഇതുപോലെയൊക്കെ ഒരു നിയമസഭയിൽ വന്ന് പറയുമ്പോൾ 2014 0, 2019 0 നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു. 0 തോറ്റു തൊപ്പിയിട്ടു. സിക്കാറിലാണെങ്കിലോ 2 തവണയായിട്ട് 3 ലക്ഷത്തോൽ പരം വോട്ടിന് നിങ്ങൾ തോറ്റു തൊപ്പിയിടുന്ന ഒരു മണ്ഡലം CPM ദാനം ചെയ്തു എന്നാണ് നിങ്ങൾ വലിയ നിലവിളിയോടെ പറയുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കുഴൽനാട, നിങ്ങൾ ഈ CPM എന്തിനാണ് സഹായിക്കുന്നത്? CPM അവിടെ വോട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് CPM അവിടെ കൊണ്ട് സഹായിക്കണം? നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നണിയിലുള്ള ലീഗിന് അവിടെ ഒരു സീറ്റ് കൊടുത്തൂടെ? പോട്ടെ, RSPക്ക് ഒരു സീറ്റ് കൊടുത്തൂടെ? പോട്ടെ, ഫോർവേഡ് ബ്ലോക്ക് എത്ര കാലമായി പറയുന്നു നിങ്ങൾക്കൊരു സീറ്റ് തരാൻ. ആ ഫോർവേഡ് ബ്ലോക്കിന് നിങ്ങൾക്ക് രാജസ്ഥാനിൽ ഒരു സീറ്റ് കൊടുക്കായിരുന്നില്ലേ? എന്തിനാണ് CPM കൊടുത്തത്? CPM അവിടെ ഒരു ചെറിയ വോട്ടുണ്ടല്ലേ, ആ വോട്ട് വേണം, ഇന്ത്യ മുന്നണിയായി വേണം അല്ലേ? അതുകൊണ്ട് CPM സീറ്റ് കൊടുത്തു. അതാർക്കും അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് ലീഗിന് കൊടുക്കണ്ട, RSPക്ക് കൊടുക്കണ്ട, ഫോർവേഡ് ബ്ലോക്കിന് കൊടുക്കണ്ട, പക്ഷെ CPM കൊടുക്കണം. CPM മാത്രവുമല്ല
കർഷക സമരങ്ങളുടെ ഒരു വിളനിലമാണ് രാജസ്ഥാൻ. ആ കർഷക സമരം നയിച്ചതാരാ? CPM നേതൃത്വത്തിലുള്ള വർഗ ബഹുജന സംഘടനകളാണ് ആ സമരം നയിച്ചത്. അതിൻ്റെ പേരിൽ കർഷകരാണ് നിങ്ങൾ രാജസ്ഥാനിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായാണ് BJPയുടെ മേലിൽ അഴിമതി എന്ന കറ സ്ഥാപിക്കാനായത്. ആ ഒരൊറ്റ കാര്യം കൊണ്ടിട്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടമെത്തിയപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി വന്ന വിധി വന്നപ്പോഴാണ് ഇവർക്ക് നിൽക്കക്കള്ളിയില്ലാതായി വർഗീയതയിലേക്ക് അവർ പോയത്. അതിൻ്റെ വോട്ട് നേടിയത് കോൺഗ്രസ്സാണ്. എങ്ങനെ കോൺഗ്രസിന് നേടി? കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ എല്ലാ സീറ്റും BJP കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അവിടെ എല്ലാവരുമായി ഒരുമിച്ച് നിൽക്കാൻ രാജസ്ഥാനിലെ കോൺഗ്രസിന് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ പറയുന്നത് ഇവിടുന്ന് CPM കൊണ്ടുപോയി നിങ്ങൾ അവിടെ നിർത്തി ജയിപ്പിച്ചെടുത്തു എന്ന്. അതെ, തലയ്ക്ക് വെളിവുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇമാതിരിയുള്ള വിടലുകളൊക്കെ വിട്ടാ അതിനൊക്കെ ഞങ്ങൾ മറുപടി പറയും കേട്ടാ. അതുകൊണ്ട് ലേശമൊക്കെ ലേശം തള്ളൊക്കെ നടത്തിക്കോ, പക്ഷെ അധികം വേണ്ട, വലിയ തള്ളൊന്നും വേണ്ട. കാരണം ജനങ്ങളൊക്കെ അരിയാഹാരം കഴിച്ചാണ് ജീവിക്കുന്നത്. രാജസ്ഥാനിൽ കുത്തക മണ്ഡലത്തിൽ 2 പ്രാവശ്യം 3 ലക്ഷത്തിൽ പരം വോട്ടിന് തോറ്റു തൊപ്പിയിട്ട് 2 തവണ 2014 2019 ഒരു സീറ്റ് പോലും കിട്ടാത്ത രാജസ്ഥാനിൽ ഇത്തവണ എല്ലാവരുമായി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് 8 സീറ്റ് കിട്ടി, CPM ഒരു സീറ്റ് കിട്ടി. എന്നിട്ട് പറയണം നിങ്ങളുടെ ഏതോ ഔദാര്യത്തിൽ CPM സീറ്റ് കിട്ടിയെന്ന്. അവിടെ ഉള്ളവർ അത് പറയത്തില്ലല്ലോ. ഈ രാജസ്ഥാനിലെ ഈ പറയുന്ന ഗെഹ്ലോട്ടിനോടോ സച്ചിൻ പൈലറ്റിനോടോ എന്തിനേറെ രാഹുൽ ഗാന്ധിയോടോ ഒക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്കി. അവര് ഈ സതീശനും സുധാകരനും ഈ കുഴൽനാടനും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഇമാതിരിയുള്ള തള്ള്, ഇമാതിരിയുള്ള ജാട അവർ പറയുമോ? ഒന്ന് കേൾക്കട്ടെ, ഒന്ന് ചോദിച്ചു നോക്കിയേ. അതുകൊണ്ട് ലേശത്തിരി മയത്തിലൊക്കെ മതി കേട്ടാ. 2019 കോൺഗ്രസ് 25 സീറ്റും രാജസ്ഥാനിൽ പൊട്ടി പാളീസായി തോറ്റു തൊപ്പിയിട്ടു. എത്രയൊക്കെ വോട്ടിനാണ് ഇവർ രാജസ്ഥാനിലെ 2019 തെരഞ്ഞെടുപ്പിന് തോറ്റത് എന്ന് നമുക്ക് നോക്കാം. എത്രയൊക്കെ വോട്ടിനാണ് തോറ്റതെന്ന് നോക്കാം. 4,07,000, 2,65,000, 3,35,000, 3,03,000, 2,97,000, 3,93,000, 4,30,000, 3,29,000, 3,18,000, 1,78,000, 1,11,000, 4,16,000, 1,82,000, 4,82,000, 2,74,000, 3,24,000, 2,81,000, 4,38,000, 3,05,000, 5,78,000, 5,52,000, 6,12,000, 2,79,000, 4,54,000. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോറ്റത് എന്നതിന്റെ കണക്കാണ് ഇപ്പോൾ വായിച്ചത്. ഇങ്ങനെയുള്ള ഇവരാണ് പ്രാവശ്യം 8 സീറ്റ് കിട്ടിയത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നപ്പോൾ കുറച്ചൊക്കെ അഹങ്കാരം കുറച്ച് കാണിക്കടേ.